നമസ്കാരം. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ തൊടിയിലെ ഔഷധങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊടിയിലെ ഔഷധങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാം തൊടിയിൽ വളരുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ശരിയാണ്, ചിലതൊക്കെ വെച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ വനപ്രദേശത്ത് കിട്ടുന്ന ഒരു ചെടിയെ പറ്റിയാണ്, ഔഷധ സസ്യത്തെ പറ്റിയാണ് പറയുന്നത്. തുളസി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും തുളസികൾ പല ഇനമുണ്ട്. അതിൽ ഒന്നാണ് കാട്ടുതുളസി. സുമുഖം എന്ന സംസ്കൃത നാമത്തിലും അല്ലെങ്കിൽ ഷർബി ബേസിൽ, ആഫ്രിക്കൻ ബേസിൽ തുടങ്ങിയ ആംഗലേയ നാമങ്ങളിലും അറിയുന്ന കാട്ടുതുളസിയുടെ ശാസ്ത്രനാമം ഓക്സിമം ഗ്രാറ്റിസിമം എന്നാണ്. അനിച്ചിൽ, രാജിക പേരുകളും ആയുർവേദ ആചാര്യന്മാർ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും കാട്ടുതുളസി ഒരു ഉത്തേജക ഔഷധം കൂടിയാണ്. കഫം ചുമപ്പിച്ച് കളയുവാൻ ഇതിന്റെ നീര് ഉപയോഗിക്കാറുണ്ട്. ഗൊണോറിയ ചികിത്സയിൽ, അതുപോലെ തന്നെ ശിശുക്കളിൽ ഛർദി ചികിത്സിക്കുവാൻ, വാതരോഗങ്ങൾ, വേര് വേദന സംഹാരിയാണ്. കുട്ടികളിലെ വായ്പുണ്ണിന്, ഉണക്കിപ്പൊടിച്ച ഇല വ്രണങ്ങൾ വച്ചു കിട്ടുന്നതിന്, മലമ്പനിക്ക് എല്ലാം കാട്ടുതുളസി നല്ലൊരു ഔഷധമാണ്. ആദിവാസി സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാട്ടുതുളസി. തുളസി വർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണിത്. ഇതിനെ കാട്ടുതൃത്താവ്, മലംതുളസി, രാമതുളസി, അഗസ്ത്യ തുളസി, വെറ്റില തുളസി തുടങ്ങിയ പേരിലും അറിയപ്പെടും. തുളസി പോലെ കാട്ടുതുളസിക്കും നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. ജലദോഷം, പനി, ചുമ, പല്ലുവേദന, ത്വക്കുരോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്ക് കാട്ടുതുളസി ഔഷധമായി ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ സുമുഖം, ബർബര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കാട്ടുതുളസിയുടെ ജന്മദേശം ആഫ്രിക്കയാണ്. ഈർപ്പമുള്ള ഇലവഴി മരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഇത് സാധാരണയായി കാണപ്പെടുന്നുണ്ട്. സാമാന്യ ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണിത്. ഇവയുടെ തണ്ടും ഇലകളും രോമാവൃതവും നല്ല സുഗന്ധമുള്ളതുമാണ്. ഇലകൾക്ക് സാധാരണ തുളസിയിലേക്കാൾ വലിപ്പവും ഉണ്ടാകും. പല്ലുവേദന, ചെവിവേദന, മൈഗ്രെയിൻ, പനി, ചുമ, വയറിളക്കം, ഛർദി, വിഷം, ത്വക്ക് രോഗങ്ങൾ, പീനസം, മോഹാലസ്യം തുടങ്ങിയവയ്ക്ക് ഉത്തമ പ്രതിവിധിയാണ് കാട്ടുതുളസി. അതുപോലെ തന്നെ ഇത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉത്തമമാണ്. സൈനസെറ്റിസ്, ചുമ, ആസ്മ, അലർജി, മറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, മൂക്കിൽ ദശ തുടങ്ങിയവയുടെ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാട്ടുതുളസി സമൂലം, ചുക്ക്, കുരുമുളക്, കരിപ്പട്ടി എന്നിവ തിളപ്പിച്ചുണ്ടാക്കുന്ന കഷായം പനി, ജലദോഷം എന്നിവ ശമിപ്പിക്കും. പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ പനിക്കും ജലദോഷത്തിന് ഈ കഷായം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കാട്ടുതുളസി സമൂലം ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി പിടിച്ചാൽ ജലദോഷം, മൂക്കടപ്പ്, തലവേദന എന്നിവയ്ക്ക് ശമനമുണ്ടാകും. തുളസിയുടെ ഇലയും തണ്ടും ഉൾപ്പെടെ ചതച്ച് കിട്ടുന്ന നീര് ചെവിയിലൊഴിച്ചാൽ ചെവിവേദന മാറും. പല്ലുവേദനയുള്ള ഭാഗത്തെ മോണയിൽ പുരട്ടിയാൽ പല്ലുവേദനയും ശമിക്കും. ഇലയും തണ്ടും ഉൾപ്പെടെ ചതച്ച് കിട്ടുന്ന നീര് തേനുമായി ചേർത്ത് കഴിച്ചാൽ ചുമയും മാറിക്കിട്ടും. ഇലയും തണ്ടും ഉൾപ്പെടെ ചതച്ച് കിട്ടുന്ന നീര് നസ്യം ചെയ്താൽ മോഹാലിസ്യം മാറും. അതുപോലെ കാട്ടുതുളസിയുടെ വിത്ത് കഷായം ഉണ്ടായി കഴിച്ചാൽ വയറിളക്കവും ശമിക്കും. കാട്ടുതുളസിയുടെ ഇലയും തണ്ടും ഉൾപ്പെടെ ചതച്ച് കിട്ടുന്ന നീര് തലയിൽ തേച്ചു കുളിച്ചാൽ തലയിലെ താരൻ മാറിക്കിട്ടും. കൂടാതെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനും ഇത് ഫലപ്രദമാണ്. അതുപോലെ തേൾവിഷത്തിന് ഇര അരച്ച് തേൾ കുത്തിയ ഭാഗത്ത് പുരട്ടിയാൽ തേൾവിഷം ശമിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കാട്ടുതുളസി.